ഈ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറീൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ടേസ്റ്റുള്ള റെസിപ്പി ആട്ടോ ഇത്. ഭയങ്കര എളുപ്പമാണ്. നമുക്കിപ്പോൾ സമയമൊന്നും തീരെ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ പോലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് 1-2 പൊടിക്കൈകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുതന്നെ നമുക്ക് ഊഹിക്കാമല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഓക്കെ, അപ്പോൾ കുക്കറിൽ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് ഒരു 10 ചെറിയ ഉള്ളി ഇട്ടു. 10 നല്ല കുറച്ച്, അത് കൂടിയാൽ നല്ലത് തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടി കൂടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടു. ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല, ചെറിയ ഉള്ളി അതേപോലെ ഇട്ടു. പിന്നെ കുറച്ച് സവാള, അതായത് ഞാനൊരു 4 സവാളയൊക്കെ എടുത്തിട്ടുണ്ടാവും. ചെറിയതായിരുന്നു, ചെറിയ സവാള 4 എടുത്ത്. ഒരുപാട് നമ്മൾ എടുക്കില്ല, കാരണം തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട്. ഒരുപാട് സവാളയൊന്നും എടുക്കില്ല, കുറച്ച് മതി. ഇപ്പോൾ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു 2 സവാള ആയാലും, നമുക്കിപ്പോൾ സമയമൊന്നുമില്ലെങ്കിൽ 2 സവാള ആയാലും ഓക്കെയാണ് കേട്ടോ. ഒരു 4 ചെറിയ ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ വഴറ്റി കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വഴറ്റണ്ട. സാധാരണ അല്ലാത്ത ചിക്കൻ കറി നമ്മളിങ്ങനെ കുക്കറിലല്ലെങ്കിൽ നമ്മൾ ഒത്തിരി നേരം വഴറ്റിയൊക്കെ ഇരിക്കണം. ഇതിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട. ഒന്ന് അത്യാവശ്യം ഒന്ന് വഴറ്റി കിട്ടുന്നവരെ വഴറ്റുക. കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് വഴറ്റി. പിന്നെ ഞാൻ കുറച്ച് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. എന്നിട്ട് അത് വഴറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി ഒക്കെ വീട്ടിലുണ്ടാക്കി വരച്ച പൊടികളൊക്കെ കേട്ടോ, പൊടിച്ച പൊടികളൊക്കെയാണ്. എന്നിട്ട് ഒരു 3 ടീസ്പൂൺ നമ്മുടെ മറ്റേ പൊടി മല്ലിപ്പൊടി ഇട്ടു. എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് ഇളക്കി. ഒരു പച്ചമുളക് ഇട്ടു. എന്നിട്ട് ഇളക്കി. എന്നിട്ട് നമ്മൾ കണ്ടോ, എന്നിട്ട് ഒരു തക്കാളി ഇട്ടു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ. ഭയങ്കരമായിട്ട് വഴണ്ട് പോയി ഒന്നും ആവശ്യമില്ല. ഒക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് അരപ്പൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യം ഒന്ന് ഇളക്കി. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇളക്കി. നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ ചിക്കനൊക്കെ ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ ഒരു 500 ഗ്രാം, 1 കിലോ ചിക്കനാണ് ഞാൻ ഇടുന്നത്. അത്ര ഇട്ടു. ഇത് എല്ലൊക്കെ ഉള്ള പീസാണ് സാധാരണ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ടു. എന്നിട്ട് ചിക്കൻ ഞാനിത് എന്ത് ചെയ്തു, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തേ ചിക്കനിൻ്റെ മുകളിൽ. ഞാനിപ്പോൾ ഉടനെ തന്നെ വെള്ളം പാരില്ല, വെള്ളം ഇത്തിരി കഴിഞ്ഞിട്ടേ പാരില്ല. നമ്മൾ ഈ ചിക്കൻ ഒന്ന് വെന്തിട്ട് അതിനൊരു വെള്ളത്തിരി വരുമല്ലോ, പൊടിഞ്ഞു തുടങ്ങുമല്ലോ ഓട്ടോമാറ്റിക്കലി. ഇത്തിരി ചിക്കനിലൊരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം ഒന്ന് വന്ന് തുടങ്ങി ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ ഈ വെള്ളം പാരുള്ളൂ. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു വറ്റലമുളകും ചതച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. വറ്റലമുളകും ഇഞ്ചിയും വെള്ളുള്ളിയും കൂടി ഒന്ന് ചതച്ച് ഇടാം കേട്ടോ. എന്നിട്ട് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ച് ഇട്ടത്. ഇതിലിപ്പോൾ ഞാൻ 2-3 വറ്റലമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ്റെ ഈ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരും, കുഞ്ഞിതായിട്ട് ഇത്തിരിയായിട്ട് മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരാമെന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെള്ളം ഒഴിച്ചു. വെള്ളം ഞാൻ മറ്റേ നമ്മളെ മിക്സി ജിഞ്ചർ ഗാർലിക്കൊക്കെ അരച്ച മിക്സിയില്ല, ആ മിക്സിയിൽ തന്നെ ജാറിൽ തന്നെ ഒന്ന് കഴുകി ഒഴിച്ചതാണത്. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് എടുത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, കുക്കറിൻ്റെ അടുപ്പ് ഇട്ടിട്ട് അത് വേവാൻ വേണ്ടി വെച്ചു. 2 വിസിൽ കേട്ടോ, 2 വിസിൽ മതി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, തേങ്ങ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ച തേങ്ങ ഞാൻ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത്. ഞാനല്ല, അമ്മ നാട്ടിൽ നിന്ന് വരുമ്പം തന്നു വിടുന്നതാണ്. അപ്പോൾ എപ്പോഴും ഉണ്ടാവും സ്റ്റോക്ക്. ആ തേങ്ങ വറുത്തതാണത്. അത് ഞാൻ ഒന്ന് തണുത്തതാണ്, തണുത്ത് ഫ്രിഡ്ജിലുള്ളതല്ലേ, അപ്പോൾ ഞാൻ ഒന്ന് ചൂടാക്കാൻ വേണ്ടി എപ്പോഴും ഇടും. ഇനിയിപ്പോൾ അല്ല തേങ്ങ വറുത്ത് ആക്കുന്നവരാണെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയിലൊക്കെ ആക്കിയിട്ട്, അത് ഭയങ്കര രസമാണ് കേട്ടോ. വെളിച്ചെണ്ണയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് വെള്ളമൊന്നും ഇല്ലാണ്ട് അരച്ചെടുക്കുമല്ലോ. ആ വെളിച്ചെണ്ണേൻ്റെ ഒരു തേങ്ങേൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ അതിലൊരു എണ്ണ കൊണ്ട് വരുമല്ലോ, വെള്ളമായിട്ട് എണ്ണ ഊറി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. പക്ഷേ അത് അതിന് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ആവും. ഇതാകുമ്പം ഒന്നുമില്ല, നമുക്ക് സേഫാണ്. വെറും തേങ്ങ ഒന്ന് വറുത്തു അതേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒന്നും കൂട്ടണം, ഞാൻ വെള്ളം കൂട്ടിയിട്ടാണ് അരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഇത് ഭയങ്കര ടേസ്റ്റ്, ഇങ്ങനെ ഉണ്ടാക്കി തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടു, ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഞാനത് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ആ സമയത്തിന് ഞാൻ എന്ത് ചെയ്തു, നമ്മൾ കുക്കർ തുറന്നപ്പോൾ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താ വേണ്ടത് വെച്ചാൽ അരപ്പുണ്ടല്ലോ, അരപ്പ് ഞാൻ നല്ലോണം അരച്ചിട്ടുണ്ട് കേട്ടോ. ആ തേങ്ങ വറുത്തത്, ഗരം മസാലയും കൂടി. എന്നിട്ട് അപ്പോൾ ആ ഗരം മസാല മിസ് ചെയ്യരുത് കേട്ടോ, എന്താണെങ്കിലും ഇടണം. നമ്മൾ എന്ത് ചെയ്തു,
ആ അരപ്പെല്ലാം കൂടി ഈ ചിക്കൻ കറിയിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ഇത് ഒന്നുമില്ല, ഇനിയിപ്പോൾ ആ ഒരു അരപ്പും മറ്റേ ആ തേങ്ങ ഒന്നും ഇതിൽ പിടിക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് കരിവേപ്പിലയും മല്ലിയിലയും ഇടാം. ഓക്കെ, നല്ലോണം ഒന്ന് തിളയ്ക്കുന്ന വിധത്തിൽ, അതായത് നമ്മൾ ആ തേങ്ങയും എല്ലാം കൂടി ഒന്ന് ചേരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം തിളയ്ക്കാൻ വെക്കണം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിലല്ല, കുരുമുളക് എന്താണെങ്കിൽ ഇടണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് കടുക് പൊട്ടിക്കും ചെയ്യാം കേട്ടോ. അതിൽ വറ്റലമുളക് ഇട്ടിട്ട് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. വറ്റലമുളക് ഇട്ടിട്ട് കടുക് പൊട്ടിക്കും. ഇന്നിപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അതും നല്ല ടേസ്റ്റാണ് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. ചപ്പാത്തിക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ, ചോറിനും ചപ്പാത്തിക്കൊക്കെ ടേസ്റ്റുള്ള നല്ല പെർഫെക്റ്റ് ഒരു കറി കിട്ടും കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെർഫെക്റ്റ് റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.